ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഇത് ഞാൻ അത്തിപ്പറ്റ മാങ്ങോട്ടുകാവിലേക്ക് വന്നതാണ്. ഈ ഒരു ജനക്കൂട്ടം ഇവിടെ എന്തിനാണെന്ന് പറയും. ഈ ക്രെയിനും ഈ JCBയും ഈ ടിപ്പറൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി? ആർക്കെങ്കിലും മനസ്സിലാക്കി തരാം. ഇന്ന് ഇവിടെ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് നടക്കുന്നത്. അപ്പോൾ കൊടിമരം സ്ഥാപിക്കലാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് കൊടിമരം മാത്രമല്ല, അമ്പലത്തിനകത്ത് ഗണപതിയെയും അയ്യപ്പനെയും ഇന്ന് പ്രതിഷ്ഠിക്കുന്നതുമാണ്. ഇന്ന് കൊടിമരത്തിൽ സ്വർണം കെട്ടിയ ശേഷമാണ് കൊടിമരം ഇവിടെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലത്ത് തുടങ്ങി കേട്ടോ. ഈ ജനങ്ങളെല്ലാം അവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. താഴെ അതിന് വേണ്ടി പണി കഴിപ്പിച്ച് കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ച് അതിനകത്ത് പഞ്ചലോഹത്തിൻ്റെ ഒരു തകിടും സ്വർണത്തിൻ്റെ പോലെ സ്വർണം തന്നെയാണോന്നറിയില്ല, കോയിനും ഒക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഞാനവിടെ കുറച്ച് നേരം നിന്നപ്പോൾ ഏതാണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് കഴിയുമെന്ന് കരുതി നിന്നു. പക്ഷേ കാലത്ത് തുടങ്ങിയത് ഉച്ചയായപ്പോഴാണ് അത് കഴിഞ്ഞത്. അതിനിടയ്ക്ക് നല്ല ശക്തമായ മഴയും പെയ്തു. അതിന് മുകളിലുള്ള ഓടുകളൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ കൊടിമരം വളരെ പാടുപെട്ടാണ് അതവിടെ സ്ഥാപിച്ചതിന്ന്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിലെന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ആഴത്തിലാണ് കൊടിമരം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ കൊടിമരത്തിലേക്ക് സ്വർണം കെട്ടുന്നതൊക്കെ ഇനി കാണിക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ഇത് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഒന്നിച്ചിടാൻ വേണ്ടി ഇതിനകത്ത് കഴിയില്ല. ഒരാളിൻ്റെ ഹൈറ്റിൽ ഏകദേശം ഒരു 7 അടി ഹൈറ്റ് താഴ്ചയിലായിരിക്കും ഈ കൊടിമരത്തിൻ്റെ ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നുണ്ടല്ലേ. കൊടിമരം താഴേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു തമിഴ്നാട്ടുകാരനായ ഒരാളാണിത് ഭഗവതിക്ക് കൊടിമരം കൊടുത്തിരിക്കുന്നത്. അതിൽ സ്വർണം കെട്ടാൻ വേണ്ടി എടുക്കുന്നുണ്ട്. സ്വർണം ഇങ്ങനെ ചുറ്റി കൊണ്ട് വന്നിട്ട് കമ്പിയാണത്. സ്വർണം അടി മുതൽ അതിൻ്റെ മുകൾ ഭാഗം വരെ സ്വർണം അതിനകത്ത് ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണിക്കാം എന്തായാലും.